ഈ ഗേറ്റ് അങ്ങോട്ട് അടയ്ക്കാൻ നേരത്താണ് അതിൻ്റെ ഇടയിൽ കൂടെ പട്ടി ഓടി വന്ന് എൻ്റെ പുറത്ത് ചാടി കയറിയത്. ഹലോ ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സൊമാറ്റോ വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഫുൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ നാളായി ഫുൾ വീഡിയോ ചെയ്യാത്തതിനെ കൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനമൊന്നുമില്ല. ഫുൾ വീഡിയോ ചെയ്താലേ വരുമാനമുള്ളൂ. അങ്ങനെ കുറേ പേര് മെസ്സേജ് അയക്കും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഫുൾ വീഡിയോ എന്താണെന്ന് ചെയ്യാത്തത് എന്തെന്ന് വെച്ച് പുതിയ നേരെ പമ്പിലിരിക്കുകയാണ്. നമുക്ക് ആദ്യം എണ്ണ അടിക്കാം. ഞാൻ എന്തായാലും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 12:03 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഇൻസെൻറ്റീവ് ഇന്ന് 2-ാം തീയതിയാണ് കേട്ടോ. 2026 രണ്ടാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസം സൂപ്പറായിരുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയത് 1774 രൂപ ഉണ്ടായിരുന്നു. 21 ഓർഡർ എടുത്തപ്പോഴത്തേക്ക് 735 രൂപ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. ഇന്ന് ഇൻസെൻറ്റീവ് 551 രൂപയാണ്. 25 രൂപ സാധാ ദിവസത്തിൽ നിന്ന് 25 രൂപ കൂടുതലാണെന്ന്. ഓക്കേ, നമുക്കപ്പോൾ പോയി എണ്ണ അടിക്കാം. ആദ്യം ഞാൻ 250 രൂപയ്ക്ക് അടിക്കും. പിന്നെ ഓടുന്നതനുസരിച്ച് ഒരു 100-150 അടിക്കും. എന്താ അവിടെ ഒരു പുഞ്ചിരി വിസ കിടക്കുന്നുണ്ടാ. ഇത് കാച്ചി വിസാണ്. പുഞ്ചിരികളാ, പുഞ്ചിരി 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 തന്തി കൊഞ്ചിക്കോ. 250 ലഞ്ച് ഹോമിന്ന് അടിച്ച്. ഇനി ഇത്തിക്കര ലോങ് ആണ്, 8 കിലോമീറ്റർ ആണ്. ഇന്ന് ഡ്രോപ്പിൻസിൻ്റെ ആണ്. ഈ ഡ്രോപ്പിൻസിൻ്റെ വെറുതെ കാണപ്പോൾ ഒരു സുഖം എന്നുള്ളതെന്നേ ഉള്ളൂ. ഫുള്ള് ഓടുന്നവർക്ക് കിട്ടൂല. ഫുള്ള് ഓടുന്നവർക്ക് പ്രയോജനമില്ല. ഫുള്ള് ഓടുന്നവർക്ക് എന്തിനാ അത് കാണിക്കുന്നത്? നമുക്ക് ഇവിടുന്ന് എങ്ങനെ പോകാനേ നടക്കൂ. ഇതാണ് നമ്മളെ ഇടിഞ്ഞു താന്ന മൈലക്കാട് ഇറക്കം. എവിടെയാണ് ഇടിഞ്ഞു കാണുന്നത്? ഇവിടെ ഇനി തൂണിലാണ് കേട്ടാ പാലം വരുന്നത്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. റോഡിന്റെ 5 ഹോമിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്. പനിയാണെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. പനി പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫുഡ് റെഡിയല്ല. വാഴയില റൈസ് 2 എണ്ണം, 1 കപ്പ, 2 ചൂര ഫ്രൈ. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനി വന്നിട്ട് കുറേ നാളായി. അപ്പോൾ വരുന്ന പനി നല്ല പവറായിരിക്കും. അതാണ് ഒരു പേടി. ഇടയ്ക്കിടയ്ക്ക് പനി വന്നാൽ കുഴപ്പമില്ല, അത് വന്നങ്ങ് പോവും. പനി വരാതിരുന്നിട്ട് വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. കല്ലുവാതുക്കലാണ് ഐസ് നമ്മൾ അടിച്ചു വിട്ടത്. നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോകും. കല്ലുവാതുക്കൽ സൈഡാണ് ഇന്ന് നമ്മുടെ അംഗം എന്നാണ് തോന്നുന്നത്. തിരിച്ചു വരപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഓർഡർ അടിക്കും, അല്ലെങ്കിൽ അങ്കിൾ കഫേയിൽ നിന്ന് ഓർഡർ അടിക്കും. ഉച്ച സമയത്ത് അവിടെ ഓർഡർ ഉണ്ട്. അല്ല, ഇന്ന് സൂര്യനെ കാണുന്നില്ലല്ലോ. തണുപ്പടിക്കുന്നു. ഇത് എനിക്ക് പനിയുടെ തണുപ്പാണോ, ഇത് അന്തരീക്ഷത്തിൽ തണുപ്പുണ്ടോ? അന്തരീക്ഷത്തിൽ തണുപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ചെറുതായിട്ട് തണുപ്പടിക്കുന്നു. ഇനി പനിയുടെ കാണാറുണ്ട്. അതെനിക്ക് പനി ഇല്ലേ, മുക്കടപ്പ് മാത്രമേ ഉള്ളൂ. പനിയുടെ ലക്ഷണമുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അന്തരീക്ഷത്തെ തണുപ്പാണെന്ന് തോന്നുന്നു. സൂര്യനൊന്നും കാണുന്നില്ല, ഒരു മൂടിക്കെട്ടി അന്തരീക്ഷം. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നേ. ഇതാണ് മുമ്പ് പറഞ്ഞ ആ റോഡ്. ഏത് ചാത്തന് കഴിയാ പിന്നെ പോരെ കിടക്കാച്ച റോഡാണ് പോലെ. നമ്മളങ്ങനെ ആദ്യത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ്. ടോട്ടൽ 11 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഡ്രോപ്പ് ഇൻസെൻറ്റീവ് അത് പിന്നെ കൂട്ടത്തില്ല. 85 രൂപയാണ് നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ഓർഡർ അടിച്ച് അമ്മ വീട്ടിൽ നിന്നാണ് ഓർഡർ അടിച്ചത് കേട്ടോ. പക്ഷെ ഇങ്ങ് എത്തിയപ്പോഴാണ്, തിരുമുക്കിയിലെത്തിയപ്പോഴാണ് ആ ഓർഡർ അടിച്ചത്. ഇനി നമുക്ക് തിരിച്ച് അങ്ങ് വരെ പോകണം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഓർഡർ എടുക്കാൻ വേണ്ടി അമ്മ വീട് റെസ്റ്റോറൻറ്റിലെത്തിയിരിക്കുകയാണ്. ഫുഡ് ഓൾറെഡി റെഡിയാണ് കേട്ടോ. ഫുഡ് എടുക്കാം. രണ്ടാമത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 36 രൂപയാണ്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സമയം 4:30 ആയിട്ടുണ്ട്. നമ്മൾ 8 ഓർഡർ ഡിലേ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 8 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. 9ാമത്തെ ഓർഡറുമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. വന്നിട്ട് എത്ര നേരമായി എന്നറിയാം, 1/2 മണിക്കൂറിന് മേലെയായി. ഞാൻ കൊല്ലത്ത് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുക.
ഞാൻ ഏറ്റവും കൂടുതൽ ഓർഡർ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് ഇവിടെയാണ്. കാരണം വന്നിട്ട് 1/2 മണിക്കൂറിന് മേലെ വെയിറ്റ് ചെയ്ത് ഫുഡ് കിട്ടാതെ ട്രാൻസ്ഫർ ചെയ്തത് ഏറ്റവും കൂടുതൽ കണ്ടേ ഇതാണ് സുപ്രീം എക്സ്പീരിയൻസ്. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയ റെസ്റ്റോറൻറ്റ് ആണ്. ഈ ഇത് തന്നെ ഞാൻ എന്താണ്ട ഏകദേശം 15 മിനിറ്റാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ 15 മിനിറ്റൊന്നും അല്ല, ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡിലേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഇനി 46 സെക്കൻഡ് കൂടെ ട്രാൻസ്ഫർ ചെയ്യുക. ഇത് മിക്കവാറും റെഡി ആയി കാണും. താഴെ കൊണ്ടുവയ്ക്കാനൊന്നും ആളില്ല. ഇതോ റെഡിയായ അവിടെ ഫുഡ് വരണം. റെഡി കൊടുത്തിട്ടുമില്ല. 40 കേട്ടോ. 40 ഞാനെന്തായാലും ഇത് ഇതാക്കാൻ പോകാം കേട്ടോ. ട്രാൻസ്ഫർ ചെയ്യാൻ പോകാം. എഴുതിയ സാധനം വന്നിട്ടില്ല. ഓട് ട്രാൻസ്ഫർ ചെയ്ത്. ഇത്ര നേരമാണ് എൻ്റെ സമയം കളഞ്ഞു. ഇത്ര നേരം വേറെ ഓർഡറൊന്നും കിട്ടാനില്ല. ഇതിവിടെ ഇരുന്നാൽ എടുത്തുകൊണ്ട് പോകാം. പക്ഷേ നമുക്ക് ഒരു ഇതുണ്ട്, ഉളുപ്പ്. നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ഉളുപ്പ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. വെറുതെ ഇങ്ങനെ കാത്തെട്ടി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ പോയി ഓർഡർ ഇല്ലാതെ ഒരിടത്ത് കുത്തിയിരുന്നാലും ഒരു ഓർഡറിന് വേണ്ടി നമ്മൾ കാത്തു കിടക്കും. കാത്തു കിടക്കുന്നതിനൊക്കെ ഒരു പരിമിതി വേണ്ടേ? വേണം. അടുത്ത ഓർഡർ അടിച്ചു. 42-നാണ് അടുത്ത ഓർഡർ അടിച്ചു. ഫലൂഡ നാഷണലാണ്. ഞാൻ കടപ്പാക്കടയിൽ വന്ന കേട്ടോ. നമുക്കെന്തായാലും തിരിച്ചു പോകണം. ഫലൂഡ നാഷണൽ അങ്ങോട്ടാണ്. 5:18 ആയപ്പോൾ നമുക്ക് 10ാമത്തെ ഓർഡർ അടിച്ചു. കേക്ക് ആൻഡ് കേക്ക്സ് പള്ളിമോക്ക് നമ്മൾ വന്നേ ഉള്ളൂ. പോമാഗ്രനേറ്റ് ഫ്രഷ് ജ്യൂസാണ്. അന്നേരം ജ്യൂസ് അവിടെ ഓൾറെഡി റെഡിയായി കാണും കേട്ടോ. ജ്യൂസ് വെളിയിലാണ്. ജ്യൂസ് റെഡി ആയാലും ചിലപ്പോൾ റെഡി കൊടുക്കില്ല. ജ്യൂസ് ഇത് റെഡിയാ. ജ്യൂസ് 5 മിനിറ്റ്. സാധനം കേട്ടിട്ടുണ്ട്. 18% ചാർജ്. ഞാൻ പവർ ബാങ്ക് ബാഗിലിട്ടേക്കുന്നു. കാരണം ഞാൻ ലോക്കൽ പവർ ബാങ്കാണ് വാങ്ങിച്ചേക്കുന്നത്. അത് 20,000 mAh 700 രൂപ കണ്ടായിട്ടേ ഉള്ളൂ. പക്ഷേ സംഗതി ഇതുവരെ ഇപ്പം 2 മാസത്തോളമായി. സംഗതി ഇതുവരെ കിടുക്ക് പെർഫോമൻസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേടി പൊട്ടിയെങ്ങാനും തെറിയുമല്ലോ. അപ്പോൾ ഇവിടെ എങ്ങാനും വെച്ച് പൊട്ടിത്തെറിക്കേണ്ട, ബാഗിൽ ഇരുന്ന് പൊട്ടിത്തെറിച്ചോട്ടെ ബാക്കിൽ. അങ്ങനെ ഞാൻ ബാക്കിലാണ്. പിന്നെ ഞാൻ ഇത് വാങ്ങിച്ചു 1 മീറ്റർ അല്ല 2 മീറ്ററുള്ള സൂപ്പർ വയറാണ് കേട്ടോ. പെട്ടെന്ന് വേണ്ട. ഇവിടെയൊക്കെ പ്രത്യേക സാധനമുണ്ട്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് പോവില്ല. എന്താണ് പൊട്രോണിക്സ് നല്ല അടിപൊളി കമ്പനിയാണ്. ഇതേപോലത്തെ ഗാഡ്ജറ്റിൻ്റെ അടിപൊളി കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോകേണ്ട 2.5 കിലോമീറ്ററാണ്. റെയിൽവേ പാളത്തിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ റെയിൽവേ പാളത്തിൻ്റെ അപ്പുറത്ത് പോയാൽ രക്ഷപ്പെട്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ 5:30 ആയിട്ടുണ്ട്. നമ്മൾ 10 ഓർഡർ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 461 രൂപ ആണ് നമുക്ക് 10 ഓർഡറിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് 11ാമത്തെ ഓർഡറിന് വേണ്ടി. അങ്ങനെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിരിക്കുകയാണ് ഗൈസ്. കഹുവയിൽ നിന്നാണ് അടിച്ചത്. 12ാമത്തെ ഓർഡർ എടുക്കാൻ നമ്മൾ അൽബൈക്കിൽ എത്തിയിട്ട് കേട്ടോ. അൽബൈക്ക്, ഈ അൽബൈക്കും സൗദിയിലുള്ള അൽബൈക്കും ഒന്നാണോ? അല്ലല്ലോ. ആണോ? അല്ല, ഇത് 1991 തുടങ്ങിയതാണ് അൽബൈക്ക്. സൗദിയിലുണ്ട് അൽബൈക്ക്. അപ്പോൾ നമ്മൾ 12ാമത്തെ ഓർഡർ എടുത്തിട്ട് നമ്മൾ മയ്യനാടേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ പറ്റി ഞാനേ അൽട്ടാസിയായിരുന്നു. ഞാൻ നേരെ ഇവിടെ വന്ന് ടായ്സിൽ അല്ല, അവിടുന്ന് അടിച്ചാ. ഞാൻ ഇവിടെ വന്ന് കയറി അൽട്ടാസെ അടിച്ചാ. ഇവിടെ വന്ന് നമ്പർ നോക്കുന്ന നമ്പർ കാണുന്നില്ല.
ആൾട്ടാസ് ടൈസ് അത് ടൈസ് അങ്ങനെ വേറെ ആരാ എടുത്തോണ്ട് പോയ എന്താ അല്ലേ. പിന്നെ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ നമ്പരും സാധനവും നോക്കും. ഞാൻ എവിടെയായാലും നമ്പർ മാത്രമല്ല സാധനവും കൂടെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. 78-94 ഇതിപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ 8 മണിയായപ്പം 14 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. ഈ കസ്റ്റമർ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ 10 രൂപ ടിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കയ്യിൽ 40 രൂപ കയ്യിലും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 15ാമത്തെ ഓർഡറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ 8:30 ആയപ്പോൾ ഏകദേശം 14 ഓർഡറായി. 15ാമത്തെ ഓർഡർ അടിച്ചൊരു മൾട്ടി ഓർഡർ ആയിരുന്നു കേട്ടോ. ഒരെണ്ണം കുണ്ടറയിലാണ് കൊടുക്കാനുള്ളത്. അങ്ങനെ ആദ്യത്തെ ഓർഡർ കൊടുക്കാൻ പോയ വീട്ടിൽ ഞാൻ റോഡ് ചെയ്യുകയായിരുന്നു. പക്ഷേ വീട്ടുകാർ ഇറങ്ങി വരുന്ന സമയത്ത് വീട്ടുകാരുടെ കൂടെ ഒരു പട്ടി ഇറങ്ങി വന്നു. ആ വീട്ടുകാർ പറഞ്ഞു ഓടണ്ട അവിടെ നിന്ന് ആദ്യം ഒന്നും ചെയ്യില്ലെന്ന്. ഞാൻ അവിടെ നിന്ന് പട്ടി ബാക്കിൽ കൂടെ വന്ന് ഒറ്റ ചാടാം. ഞാൻ ആദ്യം കരുതി കടിച്ചതായിരിക്കുന്നു, പക്ഷേ കടിച്ചതല്ല, ചാടിയ തവയ്ക്ക് നഖം കൊണ്ടതാണ്. എന്തായാലും പിന്നെ മറ്റേ കുണ്ടറയിലേക്കുള്ള ഓർഡർ ട്രാൻസ്ഫർ ചെയ്ത് നേരെ ജില്ലാ ആശുപത്രിയിൽ പോയി വാക്സിൻ എടുത്ത് കേസ്. ഇപ്പോൾ 2ാമത്തെ വാക്സിൻ 5-ാം തീയതി എടുത്തിട്ടുണ്ട്. ഇനി 9-ാം തീയതിയാണ് വാക്സിൻ എടുക്കാനുള്ളത്. ആ വീട്ടുകാർ ഒരു 500 തന്നിട്ടുണ്ട്. അവിടുത്തെ ചെറുക്കന് ഈ സൊമാറ്റോയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നു. ഇൻസെൻറ്റീവ് എന്തായാലും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ഇൻസെൻറ്റീവ് തരാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും തന്നു. ഉള്ളതായിക്കോട്ടെ ഞങ്ങൾ വാങ്ങിച്ച്. പിന്നല്ല, അന്ന് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ 15 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തത്. 800 സംതിങ് രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 140 രൂപ ഇൻസെൻറ്റീവ്, ഡ്രോപ്പ് ഇൻസെൻറ്റീവാണ് കേട്ടോ. അന്ന് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.